സുഹൃത്തുക്കളായ കലാകാരികളെ, നിങ്ങൾക്കേവർക്കും ഞങ്ങളുടെ പുതുവത്സര ആശംസകൾ. ഞങ്ങളുടെ ഈ പുതിയ നാടകം പാലപ്പോയ കോട്ടുകാട് അല്പസമയത്തിന് ശേഷം ആരംഭിക്കുന്നു. അതിനു മുമ്പായി ഈ നാടകത്തെ കുറിച്ച് രണ്ടു വാക്കുകൾ. നഗരത്തിൽ താമസിക്കുന്ന 3 ചെറുപ്പക്കാരുടെ കഥയാണ്. ഒരു ജോലിക്ക് പോകാതെ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്നവരാണ് ഇവർ മുമ്പ്. ഇത് ഒരു പഴയകാല കഥയാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ കഥാപാത്രങ്ങളും അവരുടെ വസ്ത്രധാരണവും ആ കാലഘട്ടത്തിലേക്ക് അനുകരിക്കാൻ ശ്രമിക്കുന്നു. അടുത്ത ഒരു വിരൽ കൂടി ഈ നാടകം ആരംഭിക്കുന്നു. മനസ്സിലായി. അന്നേ ഇവിടെ നിന്നു എന്നോടാകെ കളി. അതൊക്കെ തന്നെ കൂടാതെ ഈ വിദ്യയാക്കി കളിയാണ്. അതെ, ഇന്ന് നിന്റെ അടുക്ക പണിയല്ലേ, പിന്നെ ഞാനെന്തിനെല്ലാം ചെയ്യണം? ഇതെല്ലാം എന്റെ ജോലിയാണ്. ഈ അടുക്ക പണി കഴിഞ്ഞ് ഈ ജോലി ചെയ്യാൻ സമയമില്ല എന്നാണ് പറഞ്ഞത്. അതല്ല, ഈ അടുക്ക പണി ഞാൻ ചെയ്യാറില്ലേ? ചെയ്യാറില്ല. ഒരു കാന്താരികളും ഉള്ളി ചാരത്തെ ചമ്മന്തിയാക്കി പിന്നെ തലയെ കൊടുക്കുന്ന പഴം ഇതുകൂടാക്കി വിതരണം ചെയ്യും. ഇതെല്ലാം എന്താണ് പണി? അന്ന് തീരുമാനിച്ചത് എന്റെ കുഴപ്പമാണോ? എന്നിട്ട് വേണം നീല നദികളാണ് വടിയെ. അതെ, നമ്മൾ 3 പേരും ഒരു വീട്ടിൽ താമസിക്കുന്നവരാണ്. നാളെ വേറൊരു സ്ഥലത്ത് പോകാനുണ്ട്. അപ്പൊ കുറച്ചൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണം. അത് കുറെ കൂടുതലുണ്ട്. അതെ, നമ്മളെ ചെറുക്കിനെവിടെ പോയി പുറത്ത് കിട്ടാൻ പോയിട്ട് പറഞ്ഞ ആളില്ല.
മിസ്റ്റർ ജയൻ, എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? സുഖമല്ലേ? അല്ല, ഇവരൊക്കെ ആരാണ്? ഓ, വാടകയ്ക്കെടുത്തതായിരുന്നു അല്ലേ? ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു. ഇപ്പൊ സമാധാനമായി. മിസ്റ്റർ നാളത്തെ പ്രോഗ്രാമിന്റെ ചാർട്ടായോ? അതെ, എനിക്ക് നല്ലൊരു പേരുണ്ട്, സോമശേഖരൻ. നല്ല ചേർച്ചയുണ്ട്. സോമശേഖരൻ അങ്ങനെ വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. ഓ, മിസ്റ്റർ സോമശേഖരൻ, നാളെ എന്താ പ്ലാൻ? എപ്പോഴും കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് നിങ്ങൾ രണ്ടുപേരുമല്ലേ? ഈ തവണ ഞാൻ നിങ്ങൾക്ക് തന്നെ വിട്ടുതന്നിരിക്കും. ഇതെന്ത് പൊങ്ങച്ച, തലയിൽ ഒരു ഐഡിയ ഇല്ല. എന്നാ പിന്നെയോ ജാടക്ക് ഒരു കുറവുമില്ല. ഓ, വല്ലാത്ത ദാഹം. ആ, ഇതാര്? ജൂനിയർ ജയനോ? യാത്രയ്ക്ക് സുഖമായിരുന്നോ? അടിപൊളിയായിരുന്നു യാത്ര. ഞാനവിടെ ചെന്നത് ഫാൻസുകാർ എന്നെ തോളിൽ കയറ്റി സ്റ്റേജിലേക്ക് അങ്ങ് കയറ്റി. ആളുകൾ പഠിച്ചിട്ടുണ്ടാവും, അതാ അവർ തല്ലി നിർത്തി തോളി കയറ്റിയത്. ഒരു കലാകാരൻ അംഗീകരിക്കാൻ പറ്റണം. അയ്യോ, മീനാവിൽ എന്തായോ കണ്ടോ ആ സ്നേഹം? എന്റെ വരവറിഞ്ഞ് മീനിയനെ വരെ ഉണ്ടാക്കി. ചെയ്യാ കഴിക്കാവാ. ഭക്ഷണത്തിന് ശേഷം പാത്രങ്ങൾ കഴുകാൻ മറക്കണ്ടാട്ടോ. പിന്നെ ടാങ്കില് വെള്ളം പോകണം, തിരി കറങ്ങും കൂടി ഒന്ന് കീറണം കേട്ടോ. മതിയാവോളം കണ്ടു ആ സ്നേഹം. വാ, നമുക്ക് പോയിട്ട് ആ സ്നേഹം ഒന്ന് ആസ്വദിക്കാം. മോളെ കിട്ടു, അവിടെ എപ്പോ വരുമെന്നാണ് പറഞ്ഞത്? ഉച്ചയ്ക്ക് 1 മണിക്ക് അപ്പച്ച. അവർക്ക് കുറച്ച് നേരത്തെ വരാമായിരുന്നു. ഓ, എന്തിന്? അരി പടപ്പത്തേക്ക് ഇട്ടേ ഉള്ളൂ. ഹലോ, ആ ജോസഫാ. അയ്യോ, പുറപ്പെട്ടെന്നോ? എന്താ എന്ത് പറ്റി അപ്പച്ച? ഇതിനും പേരെ മുമ്പിൽ വിളിക്കുന്നതായിരുന്നു. ശരിക്കും പെട്ടു. എന്തിനാ അപ്പച്ച? ആ കുരുത്തപ്പെട്ട ചിന്നമ്മ, നിന്റെ ചിറ്റമ്മല്ലേ ഇങ്ങോട്ട് വരുന്നത്? ഓ, അപ്പച്ചനല്ലേ ചിക്കമ്മയെ വിളിക്കുന്നത്? എന്റെ മോളെ ഞാൻ വിളിച്ചില്ല, നീ കേട്ടില്ലേ? അവർ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞേ. അതിനെന്താ, ചിറ്റമ്മ വന്നിട്ട് പോട്ടെ. ഓ, 4 നേരം കഴിക്കാനുള്ള പെരുപയറുമായിട്ടായിരിക്കും അവർ വരുന്നത്. അതെ, നീ പോയി ഒരു പറ അരി കൂടി അടർത്തി വിടും. എന്താ അപ്പച്ച വിളിയിട്ടോ? ചിറ്റമ്മ വരുന്നുണ്ട്. ഈ കുന്തം ഇവിടെ വേണ്ടായിരുന്നു. ആ ചിന്നമ്മയുടെ നാക്കിനാണെങ്കിൽ ഒരു വലിയ ബ്രേക്കില്ല. നമ്മുടെ കഷ്ടപ്പാടും ദാരിദ്ര്യം മൊത്തം അവൾ അറിയണമെന്നാണ് തോന്നുന്നത്. അപ്പച്ച, നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണ്. അതല്ലേ അപ്പച്ച നല്ലത്? എടി കൊച്ച്, ചെറുപ്പം വലിയ പരിഷ്കാരിയാണ്. അയാൾ ഇതെല്ലാം അറിഞ്ഞാൽ ചിലപ്പോൾ ഈ ആലോചന വേണ്ടെന്ന് വയ്ക്കും. സ്ത്രീധനത്തിന്റെ പേരിലാണെങ്കിൽ നിന്റെ ചേച്ചി ഇവിടെ വന്നിട്ട് വർഷമൊന്നായി. എങ്ങനെയെങ്കിലും നല്ലൊരു പയ്യന്റെ കയ്യിൽ നിന്നെ പിടിച്ചേൽപ്പിക്കും. എന്നാൽ ഒരു കാര്യം ചെയ്യാം, പെരുമാന പരിപാടി പെട്ടെന്ന് നിർത്താം.
അതൊക്കെ ഇവിടെ സെന്റ് മേരീസ് പള്ളിയുടെ വാർഷികം നടക്കുന്നുണ്ട്. നമുക്ക് അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ചിറ്റമ്മ അവരെ കാണില്ലല്ലോ. ഭക്ഷണത്തിന് സമയമാകുമ്പോൾ നമുക്ക് അവരെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാം. അത് നല്ലൊരു ആശയമാണ്. എല്ലാവരും പറയാറുണ്ട് ഈ മന്ദിരത്തിന്റെ പ്രൊപ്പറേറ്റർ മനോഹരൻ ഇത് നടന്നാൽ നമ്മുടെ കാര്യം അതൊക്കെ ശരിയാണ്. ഓ ഇത് സോമശേഖരൻ, നമസ്കാരം. ഇതാരാണ് പ്രത്യേകിച്ച് പറയേണ്ടതല്ലോ. മനസ്സിലായി. പ്രോഗ്രാമിൽ പെട്ടെന്ന് കാര്യങ്ങളെ എനിക്ക് അധികം അതിനോട് നിൽക്കാൻ കഴിയുമോ? ഒന്ന് രണ്ട് ബിസിനസ് ഡീൽസിന്റെ എന്ത് ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നത്? കൈകളുമായി പറ്റും. ഹലോ, കൊടുക്കാം മോനെ. അയ്യോ, JP. Yes, yes. No, not that way. Sorry, dear. I'm Jimmy. I will talk to you later. അല്ല, ആരായിരുന്നു ഫോണിൽ? അത് ആ ഫോർവാർഡ് അമേരിക്കൻ. അവനൊരു ഡൗട്ട് ഈ റൈഫിൾ ഷൂട്ടിങ്ങിനെ പറ്റി. കഴിഞ്ഞ കാലിഫോർണിയ റൈഫിൾ ഷൂട്ടിങ് എനിക്കല്ലായിരുന്നു ഫസ്റ്റ്. അത് ഡാഡിനോട് പറഞ്ഞില്ലേ? ചിലപ്പോൾ ഡാഡിനോട് പറയാതെ തന്നെ ഇത് കേട്ടങ്ങ് ഞെട്ടിയാലോ എന്ന് വിചാരിച്ചു. ഈ കണ്ണോ കാഴ്ച എന്ന് പറഞ്ഞാൽ അത് എല്ലായിടത്തും ഉണ്ടോ? പിന്നെ ഇതൊന്ന് UK, അമേരിക്ക, ഇറ്റലി, ജർമ്മനി, ദുബായ്, നെടുമ്പാശ്ശേരി, ചാവറ, കുട്ടനാട്. അവിടെയുണ്ടോ? അവിടെയാണല്ലോ ഇത് തുടങ്ങിയത്. പിന്നെ സ്റ്റീൽസ്, അവസാനം എക്സ്പോർട്ട്, ഇമ്പോർട്ട്, എയർപോർട്ട്, ജർമ്മനി തന്നെ. പെട്ടെന്ന് വിളിക്കാവോ? ഓ, ഞാൻ മറന്നുപോയി. മോളെ ബിന്ദു, ആ സിന്ധു മോളെ നിന്ന് കൊണ്ടുപോകണം. അമ്മാവൻ ആദ്യം ചായ കൊടുക്കും മോളെ. അതെ, നിങ്ങൾ ഇത്രയും പെട്ടെന്ന് വരുമെന്ന് വിചാരിച്ചില്ല. അതെ, അധികം സമയം ഞങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കാറില്ല. അപ്പൊ നിനക്ക് ചുറ്റുപാടൊക്കെ ഒന്ന് കാണണ്ടേ? ഇവർക്കാണെങ്കിൽ ഒന്ന് സംസാരിക്കുമാ. നമ്മുടെ ചിന്തു ഇവരെ നമ്മുടെ ആ പറമ്പൊക്കെ ഒന്ന് കാണിക്കും. പിന്നെ നമ്മുടെ പള്ളിയുടെ പുതിയ സ്ഥലവും കാണിക്കണം. തിരിച്ചു പോരുമ്പോ പള്ളിയിലെ വാർഷികം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ കൊണ്ടുകൊണ്ട് പോരെ. ഓ, പള്ളിയുടെ വാർഷികം ഇവിടെ അടുത്താണോ? അതെ, ഇവിടെ അടുത്താണ് സെന്റ് മേരീസ് പള്ളിയുടെ വാർഷികം നടക്കുന്നത്. നിങ്ങൾ അവിടെ പോയി വരുമ്പോഴേക്കും ഞങ്ങൾ ഇവിടെ കൂടുതലാക്കാം. ചേട്ടാ വാ. ഇപ്പോൾ ആ നാട്ടിൽ ഒഴിവില്ലാതെ ചുമന ഉണ്ടായി വന്നാൽ എല്ലാ കാര്യങ്ങളും കൈവിട്ട് പോകും.
പോയി കിടക്കുക ഈ വാതിലെല്ലാം തുറന്നിട്ട്? ഈ അച്ഛനൊരു ഉത്തരവാദിത്വമില്ല. കണ്ടോ ഈ മുറി കിടക്കുന്നത്? ചുറ്റിനും കള്ളന്മാരാണ്. ഓ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. പിന്നെ എന്നെ പറ്റിച്ചിട്ട് ആ കടന്നു കളഞ്ഞ ആ ബിരുദന്മാര് ഈ കൂട്ടത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടുപിടിച്ച്. ഓ, വന്നിട്ട് കുറേ നേരമായോ? ഓ, ഞാൻ വീട്ടിൽ വർഷങ്ങൾ കുറേ. എനിക്ക് പതിവ് കിട്ടിയിരുന്നെങ്കിൽ. ഞാനതൊക്കെ മറന്നു. മോളെ കിട്ടൂ, ദേവിന്റെ ചിറ്റമ്മ ആ പതിവ് എടുത്തേക്ക്. സ്മാഗ്. ചിന്നമ്മ പോയി ഒന്ന് കുറച്ച് വിശ്രമിക്കും. രാത്രിയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ. ഓ, ഓ, ആശ്വാസം. എടി ബിന്ദുവേ, അവരെത്തി. അതെ, എല്ലാം പെട്ടെന്ന് ആയിക്കോട്ടെ. എന്താ അത്ര ധൃതി? ഞങ്ങൾ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങുന്നില്ല. ഞങ്ങൾക്ക് ഇന്ന് ജോലി അവധി. ഒരു രാത്രിയൊക്കെ ആയിട്ട് എത്തിയാൽ മതിയില്ലേ? ശരിയാ, എല്ലാം ഞങ്ങൾക്കൊന്ന് കാണാം. പോകാനെങ്കിലും വൈകിക്കണ്ട, അല്ലെങ്കിലും ചിന്നമ്മ അല്ല അനാഹകാലമാകും. സംസാരിച്ചു വരുന്നേ. എടി സംഭവ, മോള് പോയി ചേച്ചിനെ അകത്തേക്ക് സഹായിച്ചേ. ശ്ശോ, ഈ ഡാഡിയുടെ ഒരു കാര്യം പോലെ പോയി. ഇത് നമ്മുടെ സിദ്ധമോട് പെട്ടെന്നാണെന്നോരാ. ചിന്നമ്മോട് പറയാൻ പറ്റിയില്ല. ദൈവത്തിന്റെ ഒരു വികൃതികളെ. അച്ചായ മോക്ക് ഇവര് എത്ര പ്രീതനം ചോദിക്കുന്നത്? അത് ആ മുളങ്കുഴിയിലുള്ള 2 പണ്ടവും പിന്നെ 19,000 രൂപയും. ആണോ? അത് വളരെ കുറഞ്ഞു പോയല്ലോ. എന്നിട്ട് കാശ് കൊടുത്തോ? ഇല്ല, പുറത്തേക്കിന് മുമ്പായി കൊടുത്താൽ മതി. അപ്പോ കൃത്യസമയത്ത് തന്നെയാണ് എന്തും പറഞ്ഞത്. ആ വീടിനെ ഇത് പിടിച്ചേ. ഇത് എന്റേതാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം ഞാൻ മനസ്സിലാക്കി തരാം. 6 മാസം മുമ്പേ നമ്മുടെ മലബാറിലുള്ള വർക്കിയുടെ കയ്യിൽ നിന്ന് 50,000 രൂപ അടിച്ചുകൊണ്ട് പോയ ബിരുദന്മാരാണ് ഇവര്. പെണ്ണ് കാണല് ഇവര് തീവ്ര കലാപരിപാടിയാണ്. ആഹാ, അപ്പോ ഒരു പണിയെടുക്കാണ്ട് ചുമ്മാ കീശയും പള്ളിയും നടക്കാൻ ആണല്ലേ? എന്ന് ശ്രദ്ധിക്കപ്പെടും. ഈ തട്ടിപ്പ് ജോലിയില്ലാതെ നടന്നത് ഈ സമൂഹത്തിൽ ഇന്നുണ്ടല്ലോ. മാരേജ് കോർപ്പറേഷൻ മൈഗ്രേഷൻ ഏജന്റ് വഴി അവരിങ്ങനെ പല റോഡുകളും ബസ്സുകൾ. ചിറ്റമ്മ അപ്പച്ച ഇവരെ ഒരു പാഠം പഠിപ്പിക്കും. പണ്ടൊക്കെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായാ എല്ലാരും കൂടി ഇന്ന് സംസാരിക്കും. തലയ്ക്ക് മുതിർന്നവരുടെ അഭിപ്രായങ്ങൾ ആരായും പരസ്പരം ആശയങ്ങൾ കൈമാറും. ഇന്ന് വന്ന് പലതും അന്യം ഒഴിക്കുന്നു. എല്ലാവർക്കും അവനവന്റെ കാര്യങ്ങളും അവനവന്റെ കേൾക്കുന്നു.
വലിയ കാര്യമെങ്കിലും എന്നോട് നിങ്ങൾക്ക് തുറന്നു പറയാമായിരുന്നു അച്ചായ. എന്നോടൊക്കെ തോന്നിയിരിക്കുന്നു. അല്ല, നല്ല തണ്ട തടിയുണ്ടല്ലോ, പണിയെടുത്ത് ജീവിച്ചൂടെ? ചിറ്റമ്മേ, നിങ്ങളാണ് താരം. ചിറ്റമ്മേ, പോയാ മതി കേട്ടോ. പോയ പെണ്ണുകാണൽ എന്ന നാടകം ഇവിടെ അവസാനിക്കും. ജ്ഞാനിയായ ശലോമോൻ പറയുന്നത് സത്യത്തിൽ അല്പമെങ്കിലും നിങ്ങൾ എഴുത്തുകളായപ്പോൾ ബുദ്ധി പഠിക്കണം. നല്ലൊരു ആശയവിനിമയം ഒരു കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്കും സന്തോഷത്തിനും കാരണമാകും. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ജീവിതത്തിലുള്ള സ്ഥാനം തമ്മിൽ തന്നെ കട്ടിലായി ചിലപ്പോൾ മൂലത്തിലായി മാറും. ആരെയും അനാവശ്യമായി